നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എല്ലാം നമുക്കും വേണ്ടി. എന്തുകൊണ്ടാണ് നമ്മിലേക്ക് ഇതൊന്നും വരാത്തത്? ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക. നമുക്ക് ഇനി മുതൽ പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക. ആരെയും ശപിക്കാനോ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാക്കുകളോ മാക്സിമം നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. കുട്ടികളെ ആണെങ്കിലും അവരെ കുസൃതിയൊക്കെ കാണിക്കുമ്പോൾ അവരെ ശപിക്കുന്ന വാക്കുകൾ ഒരിക്കലും ഉപയോഗിക്കരുത്. നമ്മൾ നമ്മുടെ മക്കളെ അനുഗ്രഹിച്ചില്ലെങ്കിൽ മറ്റാരനുഗ്രഹിക്കും? പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ വലിയ പ്രശ്നത്തിന്റെ നടുവിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. അപ്പോഴും ആ പ്രശ്നത്തിന്റെ നടുവിൽ നിൽക്കുമ്പോഴും നമുക്ക് ചുറ്റുമുള്ള കുറച്ച് നന്മകൾ, ദൈവം തന്ന നന്മകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. ആ നന്മകളെ കണ്ട് ആ നന്മകളെ പ്രതി നന്ദി പറയുക. ഉള്ളവന് ദൈവം സമൃദ്ധിയായി നൽകും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുകൂടി എടുക്കപ്പെടും. നമ്മൾ എന്താ പറയുന്നത്? എന്നും പരാതിയുടെ കെട്ടഴിക്കാൻ വേണ്ടി മാത്രം ആരാധനാലയങ്ങളിൽ പോകുന്നത്. പരാതി പറയൽ മാത്രമാണ് ജീവിതം. പരാതി പറഞ്ഞ് കരഞ്ഞ് ജീവിക്കുന്നതാണ് ജീവിതം എന്ന് നമ്മൾ വിചാരിക്കരുത്. എന്റെ ഉള്ളിൽ ഒരു ശക്തിയുണ്ട്. ഞാൻ ജീവിക്കേണ്ടത് അവന്റെ ബലത്തിലാ. ഞാൻ വെറും ശരീരം മാത്രമാണെന്ന് ആദ്യം മനസ്സിലാക്കുക. എന്റെ അപ്പന്റെ മകളാണെങ്കിൽ ഞാനായ എല്ലാ സുഖ സൗകര്യങ്ങളും ഞാനും അനുഭവിക്കും. ഒരു കാര്യം ചെയ്യും, ഒരു കാര്യം മാത്രം ഓർക്കുക. എന്റെ ഉള്ളിൽ ആ ക്രിസ്തു ഇരിക്കാനുള്ള ഇടം ഞാൻ ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു ഫോർഗിവ്നെസ് മെഡിറ്റേഷന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദൈവം എന്റെ ഉള്ളിൽ വസിക്കണമെങ്കിൽ ഞാൻ എന്റെ ഹൃദയം കഴുകണം. ഹൃദയത്തിലെ കളകൾ പറിച്ചു കളയാൻ ഞാൻ തയ്യാറാവണം. ശരീരത്തിൽ അഴുക്ക് പറ്റുമ്പോൾ 2 പ്രാവശ്യം നമ്മൾ കുളിക്കും, 2 3 പ്രാവശ്യം കുളിക്കും. പക്ഷേ ഈ ഹൃദയത്തിന്റെ മലിനതകളെ കഴുകിക്കളഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ പൂർണ്ണമായും ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ആരാധനാലയങ്ങളിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ഇതെല്ലാം ഉണ്ട് എന്ന് പറയാന്നല്ലാതെ ഒരു റിസൾട്ട് നമ്മിലേക്ക് കടന്നു വരികയില്ല എന്ന് 100% മനസ്സിലാക്കുക. എന്റെ ഹൃദയം ശുദ്ധീകരിക്കാൻ ഞാൻ ഇന്ന് തയ്യാറായാൽ, ഞാൻ മുഖേന എന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊരാൾ വേദനിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് തീരുമാനം, ദൃഢനിശ്ചയം ഇന്ന് ഈ നിമിഷം മുതൽ ഞാൻ മറ്റുള്ളവരിലേക്ക് നോക്കണ്ട, നമ്മൾ ഓരോരുത്തരും തീരുമാനിച്ചാൽ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹത്തിന്റെ പെരുമഴ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, ഐശ്വര്യത്തിന്റെ, സമ്പൽ സമൃദ്ധിയുടെ എല്ലാം നമ്മിലേക്കും കടന്നു വരും. ഞാൻ ആരാണെന്നുള്ള ബോധ്യം തിരിച്ചറിയുക. ഞാൻ എന്റെ ഇഷ്ടത്തിന് ഭൂമിയിലേക്ക് വന്ന ഒരാളല്ല. എന്റെ ദൈവം എന്നെ അയച്ചതാ. ഞാൻ അയച്ച വചനം, ഞാൻ ഉദ്ദേശിച്ച കാര്യം നടത്തിയിട്ടല്ലാതെ എന്നിലേക്ക് തിരിച്ചു വരാൻ ഞാൻ അനുവദിക്കുകയില്ല. അപ്പോൾ എനിക്ക് ഈ ഭൂമിയിൽ ഒരു ലക്ഷ്യമുണ്ട്. എന്റെ യേശുവിന്റെ നാമം മഹത്വപ്പെടുത്തണമെന്ന്, അത് മറ്റുള്ളവരെ അറിയിക്കുക എന്നൊരു ഡ്യൂട്ടി എനിക്കുണ്ട്. നിങ്ങളും അതുപോലെ ദൈവത്തിന്റെ മഹത്വം ഒരു 10 പേരോട് എങ്കിൽ ഒരു ദിവസം പറയാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു.